ഹലോ ഗൈസ്, എല്ലാവർക്കും അമ്മ സ്വാഗതം. അമ്മ ഇന്നൊരു കോഴ്സിന്റെ ഭാഗമായിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ നീലറ്റിന്റെ ഒരു കോഴ്സാണ്. ഇത് പോളിടെക്നിക് ആർക്ക് 30 ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. ഈ 3 സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പെർ സർട്ടിഫിക്കറ്റ് 10 പോയിന്റ്. അതിൻ്റെ രജിസ്ട്രേഷൻ കാണിക്കാം. ഇത് ECE EEE അവർക്കും ബാധകമാണ്. ഇതിൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ് അതൊക്കെ അടിക്കണം. ഇതിൽ മെയിനായിട്ട് നമ്മൾ Gmail ആയിട്ട് നോക്കേണ്ടത്. ഇത് ഞാനൊരു പോൾ ചെയ്ത് സ്റ്റുഡൻറ്റിൻ്റെ പേര് വെച്ചാക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മറക്കാൻ നോക്കിയിട്ടുണ്ട്. ഫുള്ള് മറക്കാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങൾ എടുക്കരുത്. പിന്നെ ഇതിൽ ഇത് കണ്ട C2S ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിരിക്കും. ഈ പോളിയിലൊന്നും അങ്ങനെ വരില്ല, അപ്പോൾ അത് ബാധകമല്ല. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് നോക്കിയിട്ട് ആക്കാം. ഇവിടെ പോളിക്കാർക്ക് നോട്ട് അപ്ലിക്കബിൾ ആണ് പോളിടെക്നിക്ക്. അപ്പം നെയിം നമ്മൾ ഫസ്റ്റ് തന്നെ കറക്റ്റ് ക്യാപിറ്റൽ ഫുള്ള് കൊടുക്കണം. അതിന് തെറ്റിയ 150 രൂപ കറക്ഷൻ ഫീ കൊടുക്കണം. അത് മാറ്റിയെടുക്കണേ. ഇവിടെ Gmail-ആണ് മെയിൻ. ഫോൺ നമ്പർ നിങ്ങൾക്ക് അടിക്കാം, അല്ലെങ്കിൽ അടിക്കാതിരിക്കാം. അല്ലെങ്കിൽ ഏതൊരു നമ്പർ കൊടുത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം. ആയിട്ട് അവർ നോക്കും. അത് വെച്ചാൽ ഇതിൽ സർട്ടിഫിക്കറ്റിൽ ഒരു നമ്പർ വരും. ആ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് അവരുടെ ക്യാപ്ച ഒക്കെ അടിക്കാം. ഉറപ്പ് വരുത്തുന്നതിൽ പൈത്തൺ ഫോർ ബിഗിനേഴ്സ്, VLSI ഫോർ ബിഗിനേഴ്സ്, എംബഡഡ് ഫോർ ബിഗിനേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ആക്കുക. അതിൻ്റെ കണ്ടിന്യൂസ് ഫോം ചെക്ക് ചെയ്യുക, റെഡിയാവും. ഇതിലൊരു എറർ വരാൻ സാധ്യതയുണ്ട്. അത് ചില സമയത്ത് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് തുറക്കുമ്പോൾ നിങ്ങൾ ഉണ്ടോ നോക്കണം. അതിൽ നമ്മൾ മറ്റേ റീലോഡ് ബട്ടൺ ഞെക്കിയാൽ കണ്ടിന്യൂസ് ഫോം വരും. അപ്പോൾ അത് ഞെക്കിയിട്ട് മുകളിലത്തെ കോഴ്സ് മാറ്റുക, എന്നിട്ട് താഴത്തെ ക്യാപ്ച കോഡ് മാറ്റി അടിച്ചാൽ അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഡീറ്റെയിൽസ് അടിക്കേണ്ട. പിന്നെ നല്ല ഫുൾ വൈഫൈ അല്ലെങ്കിൽ ഡാറ്റ ഓണൊക്കെ ചെയ്യാം. ഇതിൽ ചെറിയൊരു തെറ്റ് പറ്റിയ പണി പാടും. രജിസ്ട്രേഷൻ സക്സസ് വന്നു. നമ്മൾ Gmail-ലൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ പൈത്തൺ ചെയ്തു, എംബഡഡ് ചെയ്തു, VLSI-യുടെ കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഇത് 3 കൂടാണ്ട് വേറെ കോഴ്സ് ചെയ്യാൻ പറ്റൂട്ടാ. അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് ചെയ്തോ. അപ്പോൾ അത് 3 സെറ്റായി. നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൽ തന്നെ രജിസ്ട്രേഷൻ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സ്, ഇമെയിൽ ID ഞാൻ ക്യാപ്ച അടിച്ച് കൊടുക്കാം. ഇത് പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് നല്ല പോയിന്റ്സ് കിട്ടും. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ റാൻഡം സ്റ്റുഡൻറ്റിൻ്റെ പേര് വെച്ചാണ് ചെയ്തത്. അതൊരു കുട്ടിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ചെയ്യാൻ വല്ല കുട്ടികളുണ്ടെങ്കിൽ അതിനാണ് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്താണ്. 3 ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ മാക്സിമം ലാഗ് കുറയ്ക്കാൻ വേണ്ടി 38 മിനിറ്റ് സംതിങ് ആക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ പ്ലസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്ര ആക്കാൻ പറ്റുള്ളൂ. കുറച്ച് സ്പീഡൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ Gmail വന്നോ ചെക്ക് ചെയ്യണം. നീലറ്റ് തന്നെ ഒരു Gmail അയക്കും. ഇത് 3 സാറുമാർ നടത്തണം. 3 ഒറ്റ രീതിക്ക് അയക്കും. പക്ഷെ പാസ്വേഡ് 3 സെപ്പറേറ്റ് ആയിട്ട് അയക്കാം, 3 പേരും. അപ്പോൾ ഒരു സാർ അയച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൽ നിങ്ങൾക്ക് 3 പാസ്വേഡ് തന്നാലും ഏതെങ്കിലും ഒരു പാസ്വേഡ് തുറന്ന് ചെയ്താൽ നിങ്ങൾക്ക് 3ൻ്റെ ഇത് വരും. കാരണം ഒറ്റ പ്രൊഫൈലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ 3ൻ്റെ ഡീറ്റെയിൽസ് ഒറ്റ പ്രൊഫൈലിൽ വരും. പിന്നെ കൊടുത്തിട്ട് സെപ്പറേറ്റ് Gmail ആണെങ്കിൽ സെപ്പറേറ്റ് പാസ്വേഡ് ചെയ്യേണ്ടി വരും. ഇതൊരു 5 ഡേ കോഴ്സാണ്. ഞാൻ അവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഒരു വെബ്സൈറ്റ് വർക്കാവില്ലേ. ഇനി ഇവരിപ്പോൾ ലോഗിൻ ID-യിൽ ഇത് തരുന്നില്ല. ഫസ്റ്റ് ലോഗിൻ ഒരു വെബ്സൈറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കയറാം, എൻ്റെ ലോഗിൻ പാസ്വേഡ് ഇതൊക്കെ അയക്കാം. ഈ വെബ്സൈറ്റ് അവരിപ്പോൾ തരുന്നില്ല. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് കയറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആപ്പ് എടുത്ത് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അത് പേടിക്കേണ്ട. അത് ജസ്റ്റ് ഞെക്കുക, എന്നിട്ട് കയറാം. നിങ്ങളുടെ പാസ്വേഡിൻ്റെ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തന്നെ റീസെറ്റ് പാസ്വേഡ് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റാം. എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവുന്നില്ല. ഇതാണ് മെയിൻ കോഴ്സ് മെനു. അത് നമ്മുടെ 3 കോഴ്സ് വേണ്ട. 0% ആണ്. നിങ്ങൾ 100% ആക്കണം. പിന്നെ ഇതിൽ തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്താൽ മതി, വേണമെങ്കിൽ മാർക്ക് ആസാൻ കൊടുത്താൽ മതി. ചിലവരുണ്ടാവില്ല കൃത്യത ആൾക്കാർ. അവരൊക്കെ ഞെക്കി നോക്കി വായിച്ചിട്ട് എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് മാർക്ക് ആസാൻ കൊടുത്താൽ മതി. എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ Day 1 തുടങ്ങി. മാർച്ച് 10 തൊട്ട് മാർച്ച് 14 വരെയുള്ള കോഴ്സാണ്. അവസാനം ഒരു എക്സിറ്റ് ടെസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളിരുന്ന് കാണണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇതിൽ വെച്ചാൽ 0.5, 1, 1.25, 1.5, 1.75, 2x അങ്ങനെ ഇത്ര സ്പീഡ് മോഡുണ്ട്. അതിൽ ഏത് സ്പീഡ് മോഡിട്ടും കാണാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ കോഴ്സ് എല്ലാം പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനാണെങ്കിൽ സാധാ 1x ഇട്ട് മൊത്തം കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഇത് വേഗം ആക്കണം. ഇവിടെ ഫുൾ പ്ലേ ചെയ്യുന്നുണ്ട്.
കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ. ബാക്കി സ്ഥലത്ത് നിങ്ങൾക്ക് സ്പീഡ് അടിച്ച് പോവാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി മെയിൻ കോഴ്സിന്റെ ഇതിക്കാണ്. എല്ലാത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. എംബഡഡ് VLSI പൈത്തൺ. അപ്പോൾ ഇതും ഒരു ഇൻട്രോ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതൊക്കെ ജസ്റ്റ് മാർക്ക് അടിച്ച് പോവാം. അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡ് കൂട്ടി പോകാം. കണ്ട അതുപോലെ കൂട്ടി പോകണം നല്ലത്. പക്ഷെ നമുക്ക് എക്സിറ്റ് ടെസ്റ്റിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നല്ലോണം ഡീറ്റെയിൽ ക്ലാസ് ഒക്കെ ആയിട്ട് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലൊരു കാര്യം. ഇതിലെല്ലാ ബേസിക്സും പറയും. നല്ലൊരു കോഴ്സാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്കൊരു ധാരണയും കിട്ടണമെങ്കിൽ VLSI എന്ന് വെച്ചാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, പൈത്തൺ, C പ്രോഗ്രാമിംഗ്, മാറ്റ്ലാബ് അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ഞാൻ ലാബിൻ്റെ ഒന്നും ചൂസ് ചെയ്യാനില്ല. ഞാൻ മെയിൻലി ക്ലാസ്സും എക്സിറ്റ് ടെസ്റ്റിൻ്റെ കാര്യം പറയണല്ലോ. ആ ഫോമൊക്കെ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ ഞാൻ മുമ്പ് വായിച്ചറിയണോണ്ടും മാർക്ക് അസ്റ്റം കൊടുത്ത് പോകുന്നുണ്ട്. ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യണ്ടേന്ന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇതേപോലെ ചെയ്തിട്ട് വരും. ഞാൻ ഓരോ വട്ടം കോഴ്സ് മാനുവൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ ഓരോ വട്ടം ഇതിൽ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ആ പെർസെൻറ്റേജ് വ്യത്യാസം വരും. ഇപ്പോൾ 100% ആക്കാൻ പറ്റണമെന്നില്ല. ഇതിൽ ഓരോ മാറ്റ്ലാബ് അങ്ങനത്തെ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഓരോ ലിങ്കാണ്. അപ്പം നിങ്ങൾക്ക് കയറി കാണണമെങ്കിൽ കാണാം. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കയറി കണ്ടോട്ടെ. അത് നല്ലതായിരിക്കും. നല്ലോണം തന്നെ സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ VLSI ആണെങ്കിലും എംബഡാണെങ്കിലും പൈത്തണക്കാണെങ്കിൽ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടാണ്. ഇങ്ങനത്തെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പോളി പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അവർക്ക് നല്ല ഉപകാരമാണ്. ഇതിന് പെർ സർട്ടിഫിക്കറ്റ് 10 പോയിന്റ്സ് വെച്ച് കിട്ടും. അങ്ങനെ 3 30 പോയിന്റ്സ് കിട്ടും. പോളിക്കാർക്ക് അറൗണ്ട് 40 പോയിന്റ്സ് ഓൺലൈൻ വഴി എടുക്കാം. അതിൽ ഇതിൽ തന്നെ 30 പോയിന്റ്സ് ക്ലെയിം ആവും. സുഖമായിട്ട് ക്ലെയിം ആക്കാം. ഇപ്പോൾ ഡേ 2 വീഡിയോസൊക്കെയാണ്. VLSI എംബഡഡ് പൈത്തൺ അങ്ങനെ എല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ടാബിലൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. പിന്നെ ഡാറ്റ ലോഡിങ് പ്രോബ്ലം ഒക്കെ കാരണം ഇടയ്ക്ക് എററൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡേ 1 ഡേ 2 ഡേ 3 ഡേ 4 ഡേ 5 ഓരോന്നായി ചെയ്യാൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് അവസാനം ഡേ 4 തന്നെ എല്ലാം പഠിപ്പിച്ചിരുന്ന് കണ്ടാലും മതി. പഠിപ്പിച്ചിരുന്ന് കാണണം. എന്നാലേ ഡേ 5 അവസാനത്തെ എക്സിറ്റ് ടെസ്റ്റിൻ്റെ റെഡി ആവുള്ളൂ. ഇത് ഓരോ ഡേ ആയിട്ട് ചെയ്യുന്ന ടാസ്ക് ആയി തോന്നും, പക്ഷെ അത്ര ടാസ്ക് ഇല്ല. ഞാൻ ഫസ്റ്റ് കണ്ട പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു PDF അവർ അയച്ചിട്ടുണ്ടല്ലോ Gmail. അതൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എനിക്കിങ്ങനെ ഓരോ സ്ഥലത്ത് വോയിസ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഡേ 1 ഡേ 2 അങ്ങനെയൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ ഓരോ ടാബ് ക്ലോസ് ചെയ്ത് നോക്കണ്ട. ഞാൻ അതിൽ വേറെ കുറച്ച് സെർച്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഈ ലെറ്റിൻ്റെ മാത്രം തുറന്ന് വയ്ക്കാൻ മറന്നുപോയി. അതാണ് എൻ്റെ വേറെ സംഭവം കണ്ടത്. അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട. നിങ്ങൾ കോഴ്സിൻ്റെ ഇത് ഫോക്കസ് ചെയ്താൽ മതി.
പിന്നെ ഞാൻ വോയിസ് ഇടാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സാർമാരെ പ്ലേ ചെയ്ത് 1x 2x അങ്ങനെയൊക്കെ ഇട്ടിട്ടാക്കുമ്പോൾ അവരുടെ വോയിസ് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതിനൊരു ജാതി ഇതാവും, ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണ പോലെ. അതുകൊണ്ടാണ് ആ സൈഡൊക്കെ വോയിസ് ഒക്കെ കുറച്ച് ക്ലിയർ ആക്കി എടുക്കണം. ഇടയിൽ എൻ്റെ കുറച്ച് വോയിസ് ഓവർ ഉണ്ട്, അല്ലാണ്ട് ഞാൻ വേറെ വോയിസ് ഓവർ ഒന്നും പ്രത്യേകിച്ച് അവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഫുൾ ടൈം ഇരുന്ന് നോക്കി ഓരോ ക്ലിപ്പ് വരെ കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എടുത്തിരിക്കണം, ഇനി പ്രശ്നം വരണ വെച്ചിട്ട്. അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലത് നമ്മൾ ചെയ്താലും മാർക്ക് ആസിഡാണ് വരുന്നില്ല, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് ചിലത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കോണം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും, അപ്പം അങ്ങനെ ഒന്നും ആയില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഇതിൽ ഓരോന്നാണ് പറയുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ്. ഞാൻ മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത് വേറെ കാര്യം, എനിക്ക് അത്ര ഇഷ്ടമായി. നിങ്ങൾക്ക് സമയം ഉണ്ടാവണമെന്നില്ല, പിന്നെ ഡാറ്റ ചിലവും ഉണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടവും അതിനനുസരിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടാവും എനിക്ക് എങ്ങനെയാണ് ഈ സംഭവം കിട്ടിയെന്ന്. എനിക്ക് തന്നെ പോളിടെക്നിക് കോളേജിൽ നിന്ന് സാറിൻ്റെ കിട്ടിയ ലിങ്കാണ് ഈ നീലറ്റിൻ്റെ. അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ് കിട്ടി. അറൗണ്ട് 30 പോയിന്റ് കിട്ടിയിട്ടാണ് എനിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ തന്നെ ഇത് മാറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയിട്ടാണ് വേറെ കുട്ടികൾ ഇട്ടേക്കണേ. അപ്പോൾ അത് 100% വെരിഫൈഡ് റിസൾട്ട്സ് ആണ്, നമുക്ക് എന്തായാലും കിട്ടും. പൊളിയാണെങ്കിൽ പ്രത്യേകം പറയണം, ECE ട്രിപ്പിളിക്കാർക്ക് 2 ബാധകമുള്ളൂ. ECE പിള്ളേർക്ക് ഇതിൻ്റെ എല്ലാം എടുക്കാം, 3 അങ്ങനെ ഡേ 3 എത്തി. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെ വീഡിയോ എടുക്കുക, 2x ഇടുക, കാണാം, മാർക്ക് ആക്സിഡൻ അടിക്കുക, എക്സിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോ എടുക്കുക, നമ്പറുടെ VLSI പൈത്തൺ എല്ലാം കാണാം. പിന്നെ ഇത് വെച്ചാൽ 3 ഇതുണ്ട്, 3 കോഴ്സും ഒരു ദിവസം നമുക്ക് തീർക്കാം. എക്സിറ്റ് ടെസ്റ്റ് അത് നല്ലൊരു ബെനിഫിറ്റാണ്. അവസാനം വെച്ചാൽ ഇതെനിക്ക് സൺഡേ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സിറ്റ് ടെസ്റ്റ് ആവണ സമയം വന്നത് ഫ്രൈഡേ ടു സൺഡേ ആണ്. അപ്പോൾ അടുത്ത മൺഡേ പറ്റില്ല, എന്ന് വെച്ചാൽ അവർ എക്സിറ്റ് ടെസ്റ്റിന് 2 ദിവസം തരും. അതിനുള്ളിൽ നമ്മൾ തീർക്കണം. അപ്പോൾ വീഡിയോ ചിലത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇതിൽ ഡേ 3 തന്നെ പൈത്തണിൽ കുറച്ച് PDF ഉണ്ട്. എക്സർസൈസ് 7, 8, 9 അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് തുറന്ന് കാണിച്ചിട്ടുണ്ട്. 7 കാണിച്ചു, 8 കാണിച്ചു, 9 കാണിച്ചു. ഇതിൻ്റെ ഒക്കെ PDF ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സാധാരണ ഗൂഗിളിൽ ഇതിൽ ആൻസർ കണ്ടുപിടിച്ചു, എന്നിട്ട് അതൊരു ഇമേജ് ആക്കി, എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് PDF ആക്കി. നിങ്ങൾക്ക് ഇതിലേക്ക് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, PDF അപ്ലോഡ് ചെയ്യാം, ഡോക്യുമെൻ്റ് ആക്കി ചെയ്യാം. ഞാൻ ഇത് സാധാ ഇൻഷോട്ടിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഒരു PDF ആക്കിയിട്ട് അതിൻ്റെ പേര് കൊടുത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പ്രൈവറ്റ് ഫയൽസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അൻവിൻ്റെ പ്രൈവറ്റ് ഫയൽസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്ലോഡ് ഫയൽ എന്നിട്ട് അതിൽ ചൂസ് ചെയ്തു, അതിൽ ഡോക്യുമെൻറ്റ്സ് എടുത്ത് അതിൽ എക്സർസൈസ് 7, 8, 9 ഞാൻ ചെയ്ത് വെച്ചതെടുത്ത് അപ്ലോഡ് ചെയ്തു ഓരോന്നായിട്ട്. ഞാൻ ഒരെണ്ണം കാണിക്കാനുള്ള ബാക്കി ഇതുവരെ റിപ്പീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഒരു ടാബിൽ ചെയ്തുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സസൈസ് 7, 8, 9 അതേപോലെ തന്നെ 14, 15, 16 ഉണ്ട്. അത് നിങ്ങളുടെ A4 അല്ലെങ്കിൽ A5 വരുമ്പോൾ കാണും. അതേപോലെ ചെയ്യാം. അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അപ്പോൾ കാണിക്കാം. അവിടെ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്താൽ അവിടെ സേവ് ആയിക്കോളും. അപ്പോൾ അവിടെ സേവ് ആയി കിടന്നോളും നമ്മുടെ പ്രൈവറ്റ് ഫയൽസിൽ. ഞാനിപ്പോൾ ഓരോന്ന് തുറക്കണത് ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരൊരു PDF ഇടും, ഞാൻ അവരുടെ ലാബ് ഓപ്ഷൻസ് കൊടുക്കും, യെസ് കൊടുത്താൽ മതി. അപ്പോൾ അവർ എന്നാലും പ്രൊവൈഡ് ചെയ്തോളും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാം ഫ്രീ അല്ല, ഇതിൽ 5, 6 എണ്ണം ഫ്രീ ആണ്. 6 സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണതിൻ്റെ ഇത്, ബാക്കിയൊക്കെ പെയ്ഡാണ്. ഇതൊക്കെ പിള്ളേരുടെ കോളേജ് പർപ്പസിനൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ VLSI, പൈത്തൺ, എംബഡഡ്, മൈക്രോ പൈത്തൺ, പിന്നെന്തോ ഇന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ 5 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഡേ 4 ആയി. ഇതേപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് ഡേ 3 വയർ ലെങ്ത് ആയിട്ട് തോന്നും, അതിലും കൂടുതൽ ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം ചുരുക്കി റെഡിയാക്കിയതാണ്. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, 2x ഇടുക, മാർക്കേഴ്സ് റണ്ണ്, അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്യുക. എന്നാലും നമ്മൾ വരുന്ന അപ്പോൾ ചെയ്യാനനുസരിച്ച് അതിന് ക്രൈറ്റീരിയ മാറും. ചിലപ്പോൾ നമ്മൾ ചെയ്താലും മാറില്ല. അപ്പോൾ ആ റിഫ്രഷ് ബട്ടൺ ഒന്ന് കൊടുക്കേണ്ടി വരും. അതിനെ ഇപ്പോൾ ഒന്ന് റിഫ്രഷ് ബട്ടൺ കൊടുത്തത്, കാരണം ചില സമയത്ത് അതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് കുറേ പിള്ളേർ ചെയ്യേണ്ടതല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട് ഇതിൽ. എന്നാലും പക്ക സൈറ്റാണ്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയി മാർക്കേഴ്സ് കൊടുത്ത് പോകണ്ടിട്ടാ, എന്നാലേ പിന്നെ ഒന്ന് കാണും. ഞാൻ കൊടുത്തോണ്ട് പോയത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് കണ്ട് ജസ്റ്റ് അടിച്ച് വിട്ടാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഞെക്കി ആക്കി വിട്ടാൽ മതി. അപ്പം എന്തേ അറ്റൻഡൻസ് കയറിക്കോളും. അതല്ലേ നല്ലത്. അവർ കറക്റ്റ് നോട്ട് ചെയ്യേ. അപ്പം അതിൻ്റെതായ രീതിയൊന്നും ചെയ്യുക. മാർക്കേഴ്സ് തന്നെ അടിക്കുക, ജസ്റ്റ് കയറുക, 2x ഇടുക, ഞെക്കി തീർക്കാം. പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ നിങ്ങളൊക്കെ ഓരോ സൗകര്യം അനുസരിച്ച് ചെയ്യാം. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്താൽ മതി. ഫുള്ള് കാണണമെന്നില്ല. നെക്സ്റ്റ് ടെസ്റ്റിനുള്ള ഡീറ്റെയിൽസ് ആൻസേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാമെന്നുള്ളൂ.
ഞാൻ പറഞ്ഞില്ലേ ഇനി 14, 15, 16 വരുന്നു. അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ PDF ആക്കി സേവ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ചെയ്ത പോലെ ഡ്രൈവിംഗ് എടുക്കുക, ഡോക്യുമെൻ്റ് ആയി എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ സേവ് കൊടുക്കുക, സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്ത് വെക്കണം എന്നുള്ളൂ. ഇത് ചെയ്തിടണം നല്ലതാണ്. അങ്ങനെ 6 സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്തത് മാത്രം. എന്തായാലും ചെയ്തു തരണതല്ലേ, അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കി ചെയ്യണതല്ലേ അതിൻ്റെ രീതി. ഇതൊക്കെ ഞാൻ ഡ്രൈവിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. ഇതൊക്കെ അതിൻ്റെ ആൻസേഴ്സ് ആണ്. 14, 15, 16 ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ. നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോ. നിങ്ങളായി പഠിക്കുന്നതല്ലേ, അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽ ക്ലിയർ ആവുമല്ലോ. ഇത് വേണം ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതെടുത്ത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. പ്രത്യേകം പേരടക്കം ഞാൻ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. Day 5 എത്തി. നെക്സ്റ്റ് ടെസ്റ്റിൻ്റെ സമയമാണ്. അപ്പോൾ ഇതിൽ മിക്കത് നമ്മൾ മാർക്ക് ചെയ്യാത്തതാണേ മാർക്ക് ചെയ്തോ, അത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് കാണിച്ചു മാത്രം. ഇതിൽ ഒരു 9 പേജുള്ള PDF ഉണ്ട്, 1000 ചില്ലാനുള്ള പേജസും ഉണ്ട്. അതൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വായിച്ചു, ഞാൻ നിർബന്ധിക്കില്ല. ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം പഠിച്ചു വെക്കണം നല്ലതാട്ടാ. ഇതിലുള്ള എല്ലാ PDF-ഉം നല്ല ബെനിഫിറ്റ്സ് ആണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കി നോക്കിയതാണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുള്ളൂ, സമയം പോവുകയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കണേ. എനിക്കിത് കാണിക്കാൻ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടൊന്നുമല്ല. ഇതൊക്കെ ഇലക്ട്രോണിക്സ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും. ഇത് മൊത്തം വായിച്ച് മൊത്തം മനസ്സിലാക്കി വെച്ചാൽ ചില്ലറ പാടൊന്നുമില്ല. ഇറ്റ്സ് ഓൺ യുവർ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ നോട്ട് കമ്പെയിലിംഗ് ഇറ്റ്. താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, വായിക്കാം, എല്ലാം മനസ്സിലാക്കാൻ നോട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് വീഡിയോ കണ്ടു പോകാനേ പറയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈത്തണിൻ്റെ PDF ഒക്കെ അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു 1000 സംതിങ് വരുന്നത്, അതെവിടെയെന്ന് എനിക്കറിയില്ല. ഇത് 2124 തന്നെ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചു മേടിക്കും. ഞാൻ വായിച്ചു നോക്കിയിട്ടാ. നല്ല സംഭവങ്ങൾ പറയുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷെ അത് മൊത്തം ഇരുന്ന് വായിക്കാൻ വെച്ചാൽ ചില്ലറ പരിപാടിയൊന്നുമല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇല്ല ഞാൻ ഒന്ന് കണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് എംബഡഡിൻ്റെ എക്സിറ്റ് ടെസ്റ്റാണ് ചെയ്യണം. ഇത് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. കോഴ്സ് ഫീഡ്ബാക്ക് ചെയ്തോട്ടാ. നമുക്ക് കോഴ്സ് ഫീഡ്ബാക്ക് ഭയങ്കര കാര്യമാണ്. അത് ഡയറക്റ്റ് ആക്കിയാൽ ഇത് ഡയറക്റ്റ് എക്സിറ്റ് ടെസ്റ്റ് പോകാം. ഏത് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല, അത് കോഴ്സ് ഫീഡ്ബാക്ക് ചെയ്താൽ ഡയറക്റ്റ് എക്സിറ്റ് ടെസ്റ്റ് പോകാം. അപ്പോൾ ഇത് എംബഡഡിൻ്റെ എക്സിറ്റ് ടെസ്റ്റാണ്, എക്സിറ്റ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് വെക്കോ. ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇതിലിങ്ങനെ വരുന്നത് അതിൽ തിരിച്ചു വയ്ക്കും. ഓട്ടം അങ്ങോട്ട് ഇടുന്ന ഒരു ഷഫിൾ ചെയ്യും. വേറെ വ്യത്യാസമൊന്നുമില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് പോകും. അതങ്ങനെ നല്ലോണം ലേണിംഗ് നടക്കും. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ, ഞാൻ സെപ്പറേറ്റ് മെനക്കെട്ട് ഇരുന്ന് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് എല്ലാത്തിലും നമുക്ക് ഒരു 60% എബവ് മാർക്ക് കിട്ടിയാൽ നമുക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് റെഡി ആവും. ഇതിൽ 10ൽ 10 ശരിയായി, ഫുൾ ഗ്രേഡ് കിട്ടി. അപ്പോൾ എംബഡ് 100% കംപ്ലീറ്റ് ആയി. അപ്പോൾ ആദ്യത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉറപ്പിച്ചോ. ഒരു ഗ്രേഡ് വേണം വെച്ചാൽ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസും ഒരു 60-75% അറ്റൻഡൻസും 60% to 70% മുകളിൽ മാർക്കും വേണം. എന്നുവെച്ചാൽ ഗ്രേഡ് കിട്ടിയാലും മാർക്ക് കിട്ടിയാലും മതി. അപ്പോൾ ഇത് കറക്റ്റ് സെറ്റാവും. നമ്മൾ VLSIയുടെ എക്സിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണം. കോഴ്സ് ഇവിടെ കൊടുത്ത് എല്ലാം സെറ്റാക്കി എക്സിറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇത് അറിയണവരുണ്ടാവും. എനിക്ക് വലിയ കാര്യമായിട്ട് പിടി കിട്ടിയില്ല ഇതിൻ്റെ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ, പക്ഷെ അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാ രീതി എങ്ങനെയാണെന്നും അങ്ങനെ അറിയില്ല. ഞാൻ എല്ലാം കൂടി ഒന്ന് ഓടിച്ച് നോക്കാണ്. ചിലതൊക്കെ റെഡി ആയിട്ടില്ലേ, അപ്പം അതിൻ്റെ ഇത് റെഡി ആവണം. അപ്പോൾ രണ്ടാമത്തെ എക്സിറ്റ് ടെസ്റ്റാണ് VLSI. ഇതെനിക്ക് ഏറ്റവും ലെങ്ത് ചെയ്ത് തോന്നിയത് പൈത്തൻ്റെയാണ്. 30 ക്വസ്റ്റ്യൻ സംതിങ് ഉണ്ട്. 29 ക്വസ്റ്റ്യൻ സംതിങ് ഉണ്ട്. ഇതൊക്കെ 1 തൊട്ട് 15 ഇതൊക്കെ സുഖമായിട്ട് മാർക്ക് ചെയ്ത് പോകാം. ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ മുമ്പ് കണ്ടതിൻ്റെ അറിവ് വെച്ചും ഞാൻ മാർക്ക് ചെയ്യുന്നത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യണത്. പിന്നെ സിമ്പിളായി പറഞ്ഞില്ല, നിങ്ങൾക്ക് ഗൂഗിള്
എടുക്കാം, അതിൽ സ്കാനർ എടുത്ത് ചെയ്യാം. പക്ഷെ ഞാനത് അത്ര പ്രിഫർ ചെയ്യില്ല. പഠിച്ചതെന്ന് ഞാൻ പറയും. അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും മാർക്ക് ചെയ്തു. അതിന് സേവ് ചെയ്യുക. നല്ല ഗ്രേഡ് വരട്ടെ. നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. 15-ൽ 14 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേഡും കിട്ടി. നല്ല അറ്റൻഡൻസായി, മാർക്കായി. അപ്പോൾ VLSIയും സെറ്റായി. ഇനി പൈത്തൺ ഉണ്ട്. പൈത്തണിൽ കുറച്ച് ലാഗായി, കാരണം ചില ക്ലാസ്സൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും ചില സമയത്ത് ഉണ്ടാവും. ഇപ്പോൾ പൈത്തണിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് വരുന്നത്. Day 5 വരെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ഇതായതാ. എന്തൊക്കെയോ സംഭവമുണ്ട് മറ്റേ ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്നത്. എനിക്കതിനെ അറിയില്ല. അത് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം. ആ മെത്തേഡ് വെച്ച് ചെയ്യാനുള്ളതുണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് എങ്ങനെ അടിച്ചു പോകേണ്ട, 2x അടിച്ചു പോകേണ്ടത് അത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് തിക്ക് നിരക്കായതുകൊണ്ട് വേഗം കാണിച്ചു പോയി. ഇതാണ് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ കാണിച്ചിരിക്കണം. അല്ല ബാക്ക് ചെയ്ത വോയിസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ അത്ര വല്ല മൈക്കൊന്നും ഇല്ല നോയിസ് ക്യാൻസലേഷൻ ഇടാൻ. അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും. അതിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടത് കോഴ്സ് ഫീഡ്ബാക്കാണ്. അത് ചെയ്താൽ ഇവർ വേഗം ആക്കി തരും. അപ്പോൾ പൈത്തണിൻ്റെ എക്സിറ്റ് ടെസ്റ്റിംഗ് തുടങ്ങി. ഇതിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടാസ്ക് ഉള്ളതാണ്. വേഗം ഞാൻ സ്പീഡാക്കി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ പൈത്തൺ ആണെങ്കിൽ 30 മിനിറ്റ്സ്, എംബഡ് ആണെങ്കിൽ 10 മിനിറ്റ്സ്, പിന്നെ VLSI ആണെങ്കിൽ 15 മിനിറ്റ്സ്. അത് നിങ്ങൾ കറക്റ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ടൈമിനുള്ളിൽ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ എല്ലാ കോഴ്സും അറ്റൻഡ് ചെയ്തിട്ട് എക്സിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാണ്ട് പോയാൽ നിങ്ങൾ ചെയ്തതിൽ ഒരു ഗുണം ഉണ്ടാവില്ല. എക്സിറ്റ് ടെസ്റ്റ് ആണ് മെയിൻ. കോഴ്സ് ചെയ്ത് വിട്ടുപോയാലും എക്സിറ്റ് ടെസ്റ്റ് മറ്റേതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടും. അങ്ങനെ 30ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. അതിൻ്റെ ആൻസർ കൂടി മാർക്ക് ചെയ്ത പരിപാടി കഴിഞ്ഞു. ഞാൻ എല്ലാം മാർക്ക് ചെയ്തു, ഇത് സേവ് ചെയ്തു. നല്ല ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് സെറ്റായി.
നിങ്ങൾക്ക് ഫർദർ ക്ലാസിഫിക്കേഷന് വേണ്ടി ഞാനിതിൻ്റെ മറ്റേ പ്രൊഫൈൽ മെനു എടുത്ത് കാണിച്ചു തരാം. അത് നമ്മുടെ ഡേറ്റ് ആയി മാർക്ക് ചെയ്തു, ആബ്സെൻ്റ് ആയതും മറ്റു സംഭവമൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാം 100% കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഓരോ ക്രൈറ്റീരിയ ഒക്കെ അവർ നമുക്ക് എടുത്ത് നോക്കാനനുസരിച്ചിരിക്കും. അത് ഞാൻ പറഞ്ഞ എല്ലാം തുറന്നു നോക്കിയാൽ അതിനനുസരിച്ച് അറ്റൻഡൻസിൻ്റെ ഇത് കയറും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എന്തൊക്കെ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണ് പ്രൊഫൈൽ ഇരിക്കുന്നത് ആ സംഭവമൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അവരുടെ ആപ്പും ഉണ്ട്. ഞാൻ കൂടുതലും വെബ്സൈറ്റ് പ്രിഫർ ചെയ്യുള്ളൂ. ആപ്പ് എനിക്ക് അത്ര നന്നായി തോന്നിയില്ല, അതിൻ്റെ ഓസും ആ സംഭവങ്ങളൊക്കെ. വെബ്സൈറ്റ് പക്കയാണ്. പിന്നെ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് തരാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഫസ്റ്റ് ഒരു QR കോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടി ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ലിങ്ക്. നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ആയി ലോഗൗട്ട് ചെയ്തു. അപ്പോൾ ചിലതിൽ നമുക്ക് റിപ്ലൈ വരും ഇങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആയി അങ്ങനെയൊക്കെ. നമുക്ക് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ നമുക്ക് എംബഡഡിൻ്റെയാണ് കിട്ടിയത്. അത് ഓരോ സാറന്മാരും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടുന്നത് പേടിക്കണ്ട. ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത ഇതിൽ നമുക്ക് ഗ്രീൻ ടിക്ക് കൊണ്ടുവരണം. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും, എന്നാലേ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അഡോബ് ആക്രോബാറ്റ് വരെ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ 3 സർട്ടിഫിക്കറ്റ് എത്തി എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. അഡോബ് ആക്രോബാറ്റ് വെച്ച് ചെയ്യുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ അറിയണവരാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അറിയാത്തവരാണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും വേഗം അടുത്ത് തന്നെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അഡോബ് ആക്രോബാറ്റ് വെച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. കണ്ട അവിടെ ഗ്രീൻ ടിക്ക് വരുത്തണം, എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഇത് വാലിഡ് ആവുള്ളൂ. അത് അവരുടെ ടൈപ്പ് ഒരു നിയമമാണ്. അങ്ങനെ വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരും ഓരോ നിയമം ഉണ്ടല്ലോ. എല്ലാത്തിലും ഗ്രീൻ ടിക്ക് വേണമെന്നു. അപ്പോൾ 3 സെറ്റായി. ഇനി ഇത് വെച്ച് കാണിച്ചാൽ 30 പോയിന്റ് കൂട്ടി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ. ഇത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണെങ്കിലും അഡിറ്റ് ആയാലും നല്ലൊരു ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. കണ്ട 30 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സെറ്റായില്ലേ?